ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചക്ക വ്ളോഗാണ് ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ കുറ്റ്യാട്ടൂർ വീട്ടിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിതെന്താ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ, അതായത് കൊള്ളിക്കേങ്ങ ഉണ്ടല്ലോ, അതിൻ്റെ എന്താ പറയുക, ആ ഒരു കൊള്ളിയുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഒരു ഇതെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് ഉജാല മുക്കിയിട്ട് വേറൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ചക്ക കൊത്തൽ എന്ന് പറയുന്നത് എൻ്റെ അമ്മയും ഞാനും തമ്മിലുള്ളൊരു ചലഞ്ചാണ് കേട്ടോ. അതായത് ചക്ക ഫുള്ള് കൊത്തി തീർന്നു കഴിഞ്ഞാൽ എന്താ ഓഫറൊക്കെ വെച്ചിട്ടുണ്ട് ആൾ. അതായത് നമ്മൾ ഗേൾസിന് കല്യാണത്തിന് മുന്നേ എന്താ പറയുക, അത്യാവശ്യം ജോലികളൊക്കെ അറിയാമെങ്കിലും എല്ലാം അങ്ങനെ ചെയ്ത എക്സ്പീരിയൻസ് കുറവായിരിക്കും. അതായത് നമ്മുടെ തേങ്ങ പൊട്ടിക്കുക, ചോറ് വാർക്കുക, ചക്ക കൊത്തുക തുടങ്ങിയൊക്കെ നമുക്ക് എന്താ പറയുക, കുറച്ച് നമ്മളതിലേക്കൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. മീൻസ് നമ്മൾ പഠിത്തം അതുപോലെ തന്നെ നമ്മുടെ ജോലിയൊക്കെ കൊണ്ട് നമ്മൾ ചിലപ്പോൾ തിരക്കായതുകൊണ്ടായിരിക്കും അതിലേക്കൊന്നും അങ്ങനെ നമ്മൾ പോകത്തില്ല. എന്നാൽ ഒരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതൊക്കെ നമ്മൾ അത്യാവശ്യം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കും ആണല്ലോ. അതായത് മീൻസ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ അമ്മമാർ തന്നെയാണല്ലോ. അപ്പോൾ അവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും കൂടെ പഠിപ്പിച്ച് വെച്ച കാര്യങ്ങളാണ് നമ്മളെന്നും മുന്നോട്ടേക്ക് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു ചക്ക ഫുള്ളായിട്ട് അമ്മയുടെ കൂടെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതുപോലെ കൊത്താറൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിതുപോലെ കൊത്തി ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അമ്മ അത് എന്താ പറയുക, നീ എന്താ പറയുക ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്നൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാം. അമ്മ, ഈ ചക്ക ഞാൻ ഫുള്ളായിട്ട് കൊത്തി തന്നാൽ എനിക്ക് എന്നാ തരുമോ? ചക്ക വെച്ചിട്ടാകുമ്പോ തരും. എന്ത് ചക്ക വെച്ചിട്ടാകുമ്പോ തൊപ്പം തരൂ. തൊപ്പം തരൂ? ആ തരും. കൊറേ തരുന്ന കേട്ടോ ഉദ്ദേശിച്ചേ. കൊറേ തരും. ഇതൊന്നും നമുക്ക് അറിയാഞ്ഞിട്ടല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് തരാന്ന് കഴിഞ്ഞാൽ പിന്നെ അത് സ്ഥിരാക്കൂലേ, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊന്നും ചെയ്യാത്തത്. അങ്ങനെ വേണ്ട. എന്തൊക്കെ പറയാനുണ്ടോ? അപ്പൊ ഞാനിത് ഫുള്ളായിട്ട് കൊത്തിത്തരും. ഇന്നത്തെ ചക്ക ക്ലീൻ ചെയ്യലൊക്കെ ഫുള്ളായിട്ട് ഞാൻ ആരും ഇടപെടുത്തൂല, ഫുള്ളായിട്ട് ഞാൻ തന്നെ ചെയ്യാൻ വേണ്ടി പോയിട്ട്. വൈകുന്നേരം വരെ ആകും തോന്നില്ല. വൈകുന്നേരം ഒന്നും ആവില്ല. എല്ലാവരും ഉറക്കിക്കിടത്തി പെട്ടെന്ന് ചക്ക കൊത്താന്നുള്ള ഒരു ഇതിലായിരുന്നു ഞാനും അമ്മയും. പക്ഷെ ഒരാൾ മാത്രമേ ഉറങ്ങിയുള്ളൂ, മറ്റൊരാളുണ്ടോ കളിയാണ് ഫുള്ളായിട്ട്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് ഞാൻ കൊത്താന്ന്. പക്ഷെ ഭയങ്കര ടാസ്ക് കേട്ടോ. നല്ല വൃത്തിക്കാക്കറ മണ്ണല്ല നീ ആക്കിയത്. അമ്മ പറയുന്നത് വൃത്തിക്കാക്കാൻ, അതെങ്ങനെ ഫസ്റ്റ് ടൈം ആക്കുന്നതുകൊണ്ട് അത്ര വൃത്തിയെല്ലാം ഉണ്ടാവും. അതെല്ലാം വയ്യ ക്ലീൻ ചെയ്യുമ്പോൾ ആക്കാം. നല്ല പണിയുണ്ട് കേട്ടോ. ഇത് നമ്മളെ വെള്ളമ്മേൻ്റെ വീട്ടിലെ ചക്കയാണ്, തൊട്ടപ്പുറത്ത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചക്കയാണ്, മുട്ട വറുത്ത പോലത്തത്. ഇത് നമ്മളെ യശോദ വെള്ളം തന്ന ചക്കയാണ്. നല്ല അടിപൊളി ചക്ക കേട്ടോ, മുട്ട വറുത്ത പോലെ ഉണ്ടാകും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക. ഇതിൽ ചക്ക ഇഷ്ടപ്പെടുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് സാധനമാണ് ചക്ക. അതുകൊണ്ട് ഞാൻ എപ്പോൾ വന്നാലും ചക്ക ഇവിടെ ഉണ്ടെങ്കിൽ അമ്മ ചക്കയാക്കാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങേര് വന്നാലും അമ്മ ചക്കയാക്കി കൊടുക്കും. പിന്നെ നമുക്കിതിങ്ങനെ ഇടക്കിടക്ക് കഴിക്കാനുള്ള പച്ചച്ചക്ക എന്നാൽ നല്ല ടേസ്റ്റല്ലേ. ഇതിപ്പോൾ കഴിക്കൽ മാത്രമേ നടക്കുന്നുള്ളൂ എന്നാണ് തോന്നുന്നത്. പണ്ട് നമ്മൾ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ ഒരുപാട് ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലുള്ള നല്ല രസമായിരുന്നു. അതൊക്കെ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കസിൻസൊക്കെ കൂടിയിട്ട് വെറുതെ അലമ്പാക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മമാരൊക്കെ ചക്ക വാങ്ങിക്കുന്നിടത്ത്
എന്നിട്ട് ഇതുപോലെ എടുത്ത് തിന്നും. ഇവരിങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ച ചക്ക ഉണ്ടാവുമല്ലോ, അതിങ്ങനെ എടുത്ത് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അവരത് നല്ല വഴക്കൊക്കെ ആ സമയത്ത് തരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഇപ്പം മിസ് ചെയ്യുന്നു. പണ്ടത്തെ കൂട്ടുകുടുംബമെല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കൂട്ടുകുടുംബം മീൻസ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര മിസ്സിങ് ആണിപ്പോൾ. അപ്പോൾ ആർക്കും തിരക്കല്ലേ, എല്ലാവർക്കും തിരക്കല്ലേ. വേഗം ചോറും വെച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയ അമ്മേനെ ഈ വഴിക്ക് കാണുന്നില്ല കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ എൻ്റെ മോനുണ്ട്. മോനെ ഞാൻ അധികം വീഡിയോയിൽ കാണിക്കാനായിട്ടാണ്. നമ്മളെ ഇങ്ങനെയുള്ള ചാനൽസിലൊന്നും അധികം കുട്ടികളെ കാണിച്ചു വിടാമെന്ന് എൻ്റെ റൂളുണ്ട്. വലിയ ലോങ് വീഡിയോസിലൊന്നും, അതുകൊണ്ട് കാണിക്കാത്തതാണ് കേട്ടോ. അമ്മ വരുന്നുള്ള പ്രതീക്ഷയില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ഫുള്ളായിട്ട് കൊത്താന്ന് വിചാരിച്ചു. അയ്യോ, ഇവിടെ മണ്ടത്തി എന്നൊക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നല്ല കേട്ടോ. ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അതുപോലെ വിളിക്കാറുണ്ട് ഈ പുള്ളി. മണ്ടിയെന്നോ? പ്ലീസ് കോൾ അമ്മ. അമ്മന്ന് വിളിക്കടാ. അമ്മന്ന് വിളിക്കടാ അൻഷു. എനിക്ക് അങ്ങ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചക്ക കുറവാണ്. കിട്ടാറുണ്ട് ഇടയ്ക്കൊക്കെ. പിന്നെ അവിടെ വെക്കുന്ന രീതിയും ഇവിടെ വെക്കുന്ന രീതിയും മാറ്റാണ്. രണ്ടും നല്ല വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ അമ്മ വെക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ രണ്ടും വെറൈറ്റി ആണെന്ന് മാത്രം. അപ്പം ഇത് ഏകദേശം കൊത്തി കഴിയാറായിട്ടുണ്ട്. അമ്മേ എന്നാ പണിയെടുക്കുന്നേ? കറി വെക്കാൻ തുടങ്ങിയിട്ട് 2 മണിക്കൂറായി ഗൈസ്. അമ്മ ഇവിടെ തൊട്ടടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ആമിയുണ്ട്. അനിയത്തിൻ്റെ മോളിവിടെ ഇറങ്ങാന്ന്. അനിയത്തിൻ്റെ മൂത്ത കുട്ടീനെ കൊണ്ട് അച്ഛനും അനിയത്തിയും ഹോസ്പിറ്റലിൽ പോയിരിക്കാറുണ്ട്. അതുകൊണ്ടാണ് അവർ ഈ വീഡിയോയിൽ കാണാത്തത്. അവരും കൂടെ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ ഷീറ്റ് കിട്ടിയോണ്ട് എഫക്റ്റ് ഇട്ടിട്ട് എടുക്കുന്നതായതുകൊണ്ട് നല്ല കളറുണ്ടല്ലോ മുത്തൊക്കെ. കുഴപ്പമില്ല. ഞാൻ ഫുള്ളായിട്ട് ചെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയധികം ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഉണ്ടാവും. അച്ഛനും അനിയത്തിയൊക്കെ വരും, സിസ്റ്ററും കുട്ടിയൊക്കെ വരും. അപ്പം എല്ലാവർക്കും കൂടി വേണം. അതുകൊണ്ട് നമ്മൾ ഇത്രയും വട ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ക്ലീൻ ചെയ്യണം. അതും ഒരു ടാസ്ക്കാണ്. അതും ഇന്ന് ഫുള്ളായിട്ട് ഞാൻ തന്നെ കേട്ടോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കാണിക്കാം. ദശ ബേബി ഇടിയുണ്ട്. കുപ്പായൊക്കെ താക്കും ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അധികം അങ്ങനെ കുട്ടികളെ കാണിക്കരുത് എന്നിട്ടൊരു ഇതുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കാറില്ല കേട്ടോ. ഫുള്ളായിട്ട് കാണിക്കാറില്ല. ഇടയ്ക്ക് ഇതുപോലെ എപ്പോഴെങ്കിലും കാണിക്കുന്നേ ഉള്ളൂ. ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് അമ്മ ഇപ്പോൾ കൊത്തി കഴിയാറാകുമ്പോൾ വന്നിട്ടുണ്ട്. അമ്മ എന്തോ ഡയലോഗ് അടിക്കുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പം കൊത്താനാകുന്ന ചക്ക ആയതുകൊണ്ടാണ് പിന്നെ ഇത്രയും പെട്ടെന്നായിരുന്നു എനിക്ക്. അല്ലെങ്കിൽ വൈകുന്നേരം വരെ നീ കൊത്തേണ്ടി വരും. അയ്യട മോളെ, കൊത്തി തന്നതും പോരാ കണ്ട. ഇതെല്ലാം അമ്മമാരുടെ ഒരു ഇത് തന്നെയായിരിക്കും അല്ലേ. എനിക്കെന്തെങ്കിലും പണി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും കുട്ടി ഇവർക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. ആർക്കെങ്കിലും ഇതിനോട് യോജിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത്രയും അധികം വളരെ കഷ്ടപ്പെട്ട് കൊത്തി കൊടുത്തിട്ടേ പറയുന്ന കേട്ടോ. വളരെ സിമ്പിളാണ് കൊത്താൻ വേണ്ടിയിട്ട് ചക്ക. അതുകൊണ്ട് കൊത്താൻ കിട്ടിയതാണ്. സൂപ്പർ. അപ്പം നമ്മൾ കുരുവിൻ്റെ ഈ ഏറ്റവും അവസാനം അതിനൊരു ഷെല്ലുണ്ടാവുമല്ലോ, ഷെല്ലാന്ന് പറയാൻ പറ്റില്ല, രീതി അത് നമ്മളെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ അത് ഇതിൽ ചിരണ്ടി കളഞ്ഞിട്ടില്ല കേട്ടോ. ആ ഒരു ബ്രൗൺ കളറിൽ കാണുന്നത് അത് ഞാൻ അധികം ചിരണ്ടിയിട്ടില്ല. നമ്മൾ ആരോഗ്യത്തിന് കഴിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അതധികം അതിൻ്റെ മേലത്തെ ആ ഒരു ചൂളി മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ.
ഇത് നിന്റെ ആരാ? ഇത് നിന്റെ ആരാ? ബാക്കിൽ ഇരിക്കുന്ന ആള് നിന്റെ ആരാ? എന്റെ സിസ്റ്ററാണ്. സിസ്റ്ററാ? ആരാടാ? അതാരാ? ആ ചിസ്ത്. സിസ്റ്റർ എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. സിസ്റ്റർ എന്ന് പറഞ്ഞേ? ആ ഇവൻ ഇവളെ കുഞ്ഞാറ്റാന്നാട്ടെ വിളിക്കുന്നത്. എൻ്റെ കുഞ്ഞാറ്റയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് കേട്ടപ്പോൾ ഫീൽ ചെയ്തത്. കുഞ്ഞാറ്റ. നമ്മളാരും പറഞ്ഞു കൊടുത്തൊന്നല്ല, തനിയെ പറയുന്നതാട്ടോ. പിന്നെ ഇവർ നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട് കേട്ടോ. ചക്കയൊക്കെ ചുളയൊക്കെ വാരി വതറി നല്ല രീതിക്ക് ഇവർ സഹകരിക്കുന്നുണ്ട്. ഇത് വൃത്തിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരെ കൂടെ നോക്കണം കേട്ടോ. കുഴപ്പമില്ല, എല്ലാം നല്ല രസമുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്ക ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പണി കിട്ടി. ഞാൻ നേരത്തെ ഉണങ്ങാൻ വെച്ച സാധനം കാറ്റത്ത് പറന്ന് ഫുള്ളായിട്ട് നിലത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പൊറുക്കിയെടുത്ത് വീണ്ടും വെച്ചു. അതിന് ശേഷം നമ്മൾ കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തതിന് ശേഷം ഞാൻ അമ്മയും ഫുഡ് കഴിക്കാണ് കേട്ടോ. നല്ല ലേറ്റ് ആയിട്ടുണ്ട് സമയം. അവർക്ക് ഫുഡ് കൊടുക്കാൻ തന്നെ അത്യാവശ്യം നല്ല ടൈമാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് അവർ കുറച്ച് സമയം ഉറങ്ങി എണീച്ചതിന് ശേഷമാണ് കേട്ടോ അമ്മ ഇവിടെ നിന്ന് നമ്മുടെ തുണിയൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കുന്നുണ്ട് ഉണങ്ങിയത്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്ത് കേട്ടോ. ഫോട്ടോഷൂട്ടൊക്കെ നടത്തി. വെറുതെ ഒരു രസമാണല്ലോ. അപ്പോൾ പിന്നീട് നമ്മൾ കുളിച്ച് ജംഗ്ഷന് എല്ലാവരും നല്ല ലേറ്റ് ആയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ അവർക്ക് കുറുക്കൊക്കെ കൊടുത്ത് അതൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ നടക്കുക കേട്ടോ. ആമി ഉറക്കാന്ന്. അപ്പോൾ ഇവിടെ നല്ല പൂ വരുന്നുണ്ട്. നല്ല മണമാണ് കേട്ടോ ഈ പൂവിന്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. നല്ല വൈറ്റ് കളറായിട്ട് രാത്രിയിലൊക്കെ ഇത് വിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ചായ കുടിക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് അവിടെയുള്ള ആ ഒരു ക്രാഫ്റ്റ് വളരെ പണ്ട് ഞാൻ ചെയ്ത ഒരു ക്രാഫ്റ്റാണെന്നാണ് കേട്ടോ. അപ്പോൾ വീട്ടിലിപ്പം എല്ലാവരും വന്നിട്ടുണ്ട്. അച്ഛൻ പുറത്തേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചക്ക തിന്നാണ് കേട്ടോ ചായയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ദിവസം പിറ്റേന്ന് രാവിലെ ആയിട്ടുണ്ട്. ഹസ്ബൻഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് കരുതി ഇരിക്കാം കേട്ടോ. അത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്കും അതുപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ സിസ്റ്ററിൻ്റെ മോളുടെ വീട്ടിലേക്കാണ് കേട്ടോ. രണ്ടുപേരുടെയും വീട് അടുത്തടുത്താണ്. അപ്പോൾ ഇതിപ്പോൾ ചേച്ചിയുടെ വീട്ടിലാണുള്ളത്. പ്രജിന എന്നാണ് ചേച്ചീൻ്റെ പേര്. അപ്പോൾ അവിടെ നിന്ന് വളരെ ചെറിയ വീഡിയോ മാത്രമേ ഞാനിതിൽ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ജോലി എന്ന് പറയുന്നത് പന്തലിൻ്റെ പണിയാണ്. അപ്പോൾ ആവശ്യക്കാർ സമീപിക്കാവുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ ഐറ്റംസാണ് കുറേ എണ്ണം ഇവിടെ ഇങ്ങനെ സൈഡിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ആൻറ്റി, അതായത് എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മയുടെ സിസ്റ്റർ, മാലിനി എന്നാണ് പേര്. അപ്പോൾ അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങി. അപ്പോൾ ഇതാണ് രണ്ട് സിസ്റ്റേഴ്സ് തമ്മിൽ ഫോട്ടോസൊക്കെ എടുത്ത് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ എവിടെ പോയാലും നമുക്ക് ഫോട്ടോസ് മുഖ്യമാണല്ലോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചർ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.